നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. നേരത്തെ നമ്മൾ കേട്ടിരുന്നൊരു റൂമറാണ്. ഇന്ത്യയിൽ ഇന്ത്യൻ ടീം എവേ ടീമായി കളിക്കും. സന്ദർശക ടീമായിട്ട്, വിസിറ്റിംഗ് ടീമായിട്ട് ഇന്ത്യ കളിക്കുക. ഇവിടെ വേറൊരു ടീം ഹോം ടീമായിട്ട് കളിക്കുക. അത് വരാൻ പോകുന്നു എന്ന് നമ്മൾ കേട്ടിരുന്നു അഫ്ഗാനിസ്ഥാനെതിരെ. നമ്മൾ നേരത്തെ വാർത്ത ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഒഫീഷ്യലായിരിക്കുന്നു. BCCI തന്നെ ഒഫീഷ്യലി അറിയിക്കുന്നു. ദി അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ആൻഡ് ദി ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ have confirmed that Afghanistan will host India for a 3-match T20I series at Arun Jaitley Cricket Stadium, Delhi from September 13 to 17th, 2026. അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ ടീമിനെ അഫ്ഗാനിസ്ഥാൻ ഹോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ഡൽഹിയിലെ കോട്ട്ല സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. 3 മത്സരങ്ങളും സെയിം വെന്യൂവിൽ തന്നെ നടക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ 3 മത്സരങ്ങളുടെ T20I പരമ്പരയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇന്ത്യ ഇവിടെ എവേ ടീമാണ്. സെപ്റ്റംബർ 13 ആദ്യ മത്സരം നടക്കും. കഴിഞ്ഞ് സെപ്റ്റംബർ 15 രണ്ടാം മത്സരം, സെപ്റ്റംബർ 17 മൂന്നാമത്തെ മത്സരം നടക്കും. അങ്ങനെ ഒരു ഇന്ത്യ T20I പരമ്പര കളിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിന് വലിയ തിരിച്ചടിയാണ്. ബംഗ്ലാദേശ് സെപ്റ്റംബറിൽ ഇന്ത്യയെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിന്നിരുന്നത്. ഇതോടുകൂടി ആ ഷെഡ്യൂൾ അവിടെ ക്ലാഷ് ആവാൻ പോവുകയാണ്. സോ അതിന് ഓൾറെഡി ഇന്ത്യ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള അനുമതിയൊന്നും ലഭിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അതിനുള്ള ശ്രമത്തിലാണ് അവരുണ്ടായിരുന്നത്. പക്ഷേ ഇതോടുകൂടി ഈ ഒരു ഷെഡ്യൂൾ കൺഫേം ആവുന്നതോടുകൂടി ബംഗ്ലാദേശിന് തിരിച്ചടിയാവുന്നു. ക്രിക്ക് ബസ് അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഷെഡ്യൂൾ കൺഫേംഡ്. SCB കൺഫേംഡ് ദാറ്റ് 3-match T20I series against India at Arun Jaitley Stadium, Delhi will be held on September 13, 15 and 17 എന്ന് പറയുമ്പോൾ വിത്ത് ദാറ്റ് അത് വളരെ ക്ലിയറാണ്. ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടിയാകുന്നു. അവർക്ക് ആ സമയത്ത് ഇന്ത്യയുമായിട്ട് മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.